ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇൻട്രോവേർട്ട് വ്ളോഗ്സ്. ഇത് ഹോം മെയ്ഡ് വൈൻ ഡേ 2. നമ്മളിവിടെ ഇന്നലെ ഉണ്ടാക്കിയ പൾപ്പും പുതിയ ബാച്ച് മുന്തിരിയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പൾപ്പ് മാക്സിമം സ്ക്വീസ് ചെയ്ത് അതിൽ നിന്ന് അതിൻ്റെ പിറ്റ് കുരുക്കളൊക്കെ എടുത്ത് കളഞ്ഞ് ആണ് നമ്മളിന്ന് സെറ്റ് ചെയ്യുന്നത്. കുരു കളയുന്നതിൻ്റെ മെയിൻ റീസൺ വൈൻ നല്ല സ്വീറ്റ് ആവാനാണ്. കുരു കിടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ബിറ്റർ രുചി വരും. നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ ഈ മുന്തിരീൻ്റെ പൾപ്പ് വൈനകത്തൊരു 40 to 50 ഡേയ്സ് കീപ്പ് ചെയ്യാനാണ് പ്ലാൻ. സാധാരണ ഒരു 3-4 ദിവസത്തിനുള്ളിൽ ആ പെറ്റും പൾപ്പൊക്കെ എടുത്ത് കളയും. പക്ഷെ നമ്മളിത് 40 to 50 ഡേയ്സ് ആ പൾപ്പോടെ കീപ്പ് ചെയ്യാനാണ് പ്ലാൻ. അത് കാരണം ഞാൻ കുരുവൊക്കെ കളഞ്ഞ് ആണ് ഈ വൈൻ സെറ്റ് ചെയ്യുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് മുന്തിരി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിന് നല്ല മധുരമുള്ള മുന്തിരി ആയിരിക്കണം. നമ്മളിവിടെ ഒരു സ്വീറ്റ് വൈൻ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്ന മുന്തിരി, നല്ല മധുരമുള്ള മുന്തിരി നമ്മൾ പഴുത്തപ്പോൾ പറിച്ച് അതിൻ്റെ പിറ്റൊക്കെ കളഞ്ഞ് സ്ക്വീസ് ചെയ്താണ് വൈൻ സെറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ബ്രൂവിങ് ഷുഗർ ആണ് ഉപയോഗിക്കുന്നത്. അത് സ്പെസിഫിക്കലി ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാനും എളുപ്പം ബ്രേക്ക് ഡൗൺ ആവാനും ഹെൽപ്പ് ചെയ്യും. സാധാ ഷുഗർ ഉപയോഗിക്കാം, പക്ഷേ ബ്രൂവിങ് ഷുഗർ ആണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതേപോലെ ബ്രൂവിങ് ഈസ്റ്റ്, ഇത് സ്പെസിഫിക്കലി വൈനിന് വേണ്ടി ഉണ്ടാക്കിയ ഈസ്റ്റാണ്. ആ ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. വൈനിന് നല്ല രുചികരമായി നല്ല സ്ട്രെങ്ത്തോടെ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളിവിടെ ഇതിനകത്ത് കാർഡമൻ പൗഡർ, പിന്നെ ഏലക്ക, അതൊരു 3-4 ക്ലോവ്സ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഇഷ്ടത്തിനും സ്പൈസ് ലെവലിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളിവിടെ മാക്സിമം 4 കുപ്പിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത് ഇനി ഇങ്ങനെ ഒരു 40 തൊട്ട് 44-45 ദിവസം, അതാണ് ഒരു ഐഡിയയിൽ കീപ്പ് ചെയ്യുന്നത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് പൾപ്പ് റിമൂവ് ചെയ്യുള്ളൂ. അതുവരെ ഇതിങ്ങനെ അനക്കാതെ വെക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, പക്ഷെ അല്ലാതെങ്കിൽ നമ്മളിത് തുറക്കാതെ വെക്കണം. വൺസ് എയർ ലോക്ക് സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതവിടെ സെറ്റാക്കിയാൽ പിന്നെ വൈൻ അവിടെ ഇരുന്ന് ഫെർമെൻറ്റ് ചെയ്ത് നല്ല ടേസ്റ്റോടെ നല്ല സ്ട്രെങ്ത്തോടെ ഉണ്ടാവും. ഞാനിവിടെ മാക്സിമം ഷുഗറും പൾപ്പുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ. എനിവേ, താങ്ക് യു. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.